ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന നോട്ടിൻ്റെ ഫോർത്ത് എപ്പിസോഡാണേ. അപ്പോൾ ഈ ഒരു ഡ്രാമ ഇതുവരെ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും കാണണം കേട്ടോ, മിസ്സാക്കല്ലേ. ഒരു മസ്റ്റ് വാച്ച് ഡ്രാമയാണ് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഫാറ്റിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവനാണെങ്കിൽ ഇങ്ങനെ ബെഡിലിരിക്കുമ്പോഴത്തേക്കും നക്കുനാണെങ്കിൽ വരുന്നുണ്ട്. അപ്പം അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നീ ഇത്രയും നേരം വാഷ്റൂമിൽ എന്തെടുക്കുമായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട്, ഞാനത് ജസ്റ്റ് വാഷ്റൂം യൂസ് ചെയ്യുമായിരുന്നു എന്ന് പറയാണ്. അപ്പം ഫാറ്റ് പറയുന്നുണ്ട്, നീ പിന്നെ എന്തിനാ എൻ്റെ പേര് വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നക്കുൻ പറയുന്നുണ്ട്, ഞാൻ വിളിച്ചില്ലല്ലോ, അത് നീ തെറ്റായിട്ട് വല്ലതും കേട്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇല്ല ഞാൻ ക്ലിയർ ആയിട്ടും കേട്ടയാണല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അതപ്പം അവൻ പറയുന്നുണ്ട്, ഞാൻ ഫാറ്റ്സാന്നല്ല പറഞ്ഞത്, ഞാൻ പാസ്ത എന്നാണ് പറഞ്ഞതെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവനും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നക്കുനും ആ ഒരു ബെഡിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഫാറ്റാണെങ്കിൽ നക്കുൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിനക്കെന്നെ ഹഗ് ചെയ്യണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം നക്കുൻ പറയാണ്, അതെ പക്ഷെ നീയല്ലേ അതിന് സമ്മതിക്കാത്തതെന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഫാറ്റാണെങ്കിൽ പറയാണ്, അപ്പം ഞാൻ ഇപ്പോൾ സമ്മതിച്ചാലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം നക്കുൻ പറയുന്നുണ്ട്, നീ എനിക്ക് പെർമിഷൻ തരാത്തിടത്തോളം കാലം ഞാൻ നിന്നെ ഒരിക്കലും ടച്ച് ചെയ്യില്ല എന്ന് പറയാണ്. അതിനെനിക്ക് യാതൊരു റൈറ്റും ഇല്ല എന്നവൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫാറ്റാണെങ്കിൽ നക്കുൻ്റെ അടുത്തോട്ട് ക്ലോസ് ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അപ്പം നിനക്ക് എന്നെ ഹഗ് ചെയ്യണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് അവൻ്റെ ബോഡിയിലൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങനെ സ്മെല്ലൊക്കെ ചെയ്യുന്നുണ്ടേ. അപ്പം നക്കുൻ പറയാണ്, നീ വെറുതെ എൻ്റെ ഫീലിങ്സ് വെച്ച് ഇങ്ങനെ കളിക്കല്ലേ, നീ ഇപ്പോൾ എസ് പറഞ്ഞാൽ ഞാനത് ശരിക്കും സീരിയസ് ആക്കി എടുക്കും എന്നൊക്കെ അവൻ പറയാണ്. എന്നാൽ നമ്മുടെ ഫാറ്റ് ആണെങ്കിൽ പിന്നെയും നക്കുൻ്റെ അടുത്തോട്ട് ക്ലോസ് ആയിട്ട് നിന്ന് അവന് കിസ്സൊക്കെ ചെയ്യുകയാണ്. അപ്പം നക്കുനാണെങ്കിൽ പറയുന്നുണ്ട്, നീ ഇപ്പം ശരിയായിട്ടുള്ള മൈൻഡിലല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഫാറ്റ് ആണെങ്കിൽ പറയുന്നുണ്ട്, എനിക്കറിയില്ല, പക്ഷേ എനിക്കിപ്പോൾ നിന്നെ ഹഗ് ചെയ്യണമെന്നിങ്ങനെ പറയുകയാണ് അവൻ. എന്നിട്ട് നക്കുനാണെങ്കിൽ പറയുന്നുണ്ട്, അവൻ്റെ അടുത്തൊന്ന് കാമാവാൻ പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല, ഞാനാണ് നിങ്ങളുടെ അടുത്ത് എന്നെ ടച്ച് ചെയ്തതെന്നൊക്കെ പറഞ്ഞത്, പക്ഷെ ഇപ്പം ഞാൻ തന്നെയാണ് നമുക്കിടയിൽ ഈ ഒരു ഫസ്റ്റ് മൂവ് എടുക്കുന്നതെന്നും അവൻ പറയാണ്. എന്നിട്ട് ഫാറ്റ് പറയാണ്, എനിക്കിപ്പോൾ നിങ്ങളോട് ശരിക്കും ഫീലിങ്സ് ഉണ്ട്, അത് ആദ്യത്തെ കണക്കല്ലായിരുന്നു, ഇപ്രാവശ്യം അത് ശരിക്കും ഡിഫറെൻ്റാന്ന് പറയാണ് അവൻ. അങ്ങനെ ഇതും കൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്കും നക്കുനാണെങ്കിൽ ഫാറ്റിനോട് ചോദിക്കുന്നുണ്ട്, നീ ഇതിൽ ഷുവർ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫാറ്റ് പറയുന്നുണ്ട്, അതേന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവരാണെങ്കിൽ പിന്നെ കിസ് ചെയ്യുകയാണ്. എന്നിട്ട് അവരുടേതായ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള മൂമെൻറ്റ്സ് ഒക്കെയാണ് കേട്ടോ ഇങ്ങനെ ഓടുന്നത്. അങ്ങനെ അവരാണെങ്കിൽ ഫിസിക്കലി ക്ലോസ് ആവുന്നുണ്ട്. അപ്പം അതവിടെ കഴിയുമ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്നത് അടുത്ത ദിവസമാണേ. അങ്ങനെ ഉറക്കം എണീക്കുന്ന ഫാറ്റാണെങ്കിൽ തലേ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് ചെറുതായിട്ടൊന്ന് ഷൈ ആവുന്നുണ്ട്. അപ്പം നക്കുൻ പറയാണ് അവൻ്റെ അടുത്ത്, ഇതൊക്കെ നോർമലാണ്, ആൽഫയും ഒമേഗയുടെയും കേസസിൽ ഇതൊക്കെ നോർമലാണ്, നീ ഷൈ ആവേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫാറ്റ് ചോദിക്കുകയാണ്, നമ്മൾ ശരിക്കും സോൾമേറ്റ് ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അതൊക്കെ ഭയങ്കര റെയറായിട്ടേ കാണത്തുള്ളൂ, പക്ഷെ നമ്മൾ തമ്മിൽ എന്തോ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ട്, അല്ലായിരുന്നെങ്കിൽ അന്ന് നിന്നെ ഞാൻ കണ്ടപ്പം ഞാൻ നിന്നിൽ ഇത്രയും അട്രാക്റ്റീവായിട്ട് നിന്നെ ഞാൻ അന്ന് ബൈറ്റ് ചെയ്തില്ലായിരുന്നു എന്ന് പറയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, അത് നീ ആയതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഫാറ്റ് ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അപ്പം ഞാനാണോ നിൻ്റെ ടൈപ്പ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയാനില്ല, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ടൈപ്പൊന്നും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കേൾക്കുന്നത് അവൻ ചെറിയൊരു വിഷമം വരുന്നുണ്ട് കേട്ടോ. അതുമാത്രമല്ല, ഞാൻ ഇതുവരെ ആരെയും ഡേറ്റ് ചെയ്തിട്ടില്ല എന്ന് അവൻ പറയാണ്. പിന്നെ എനിക്ക് ഇപ്പം ആരെങ്കിലുമായിട്ട് ഫിസിക്കലി ക്ലോസ് ആവണമെന്ന് തോന്നുമ്പം സിലയാണെങ്കിൽ അതെനിക്കൊരു ഹോട്ടലിൽ അത് അവൻ അറേഞ്ച് ചെയ്ത് തരുമെന്ന് പറയാണ്. ഇത് കേട്ട് നമ്മുടെ ഫാറ്റിനുണ്ടോ സഹിക്കുന്നത്. അവനാണെങ്കിൽ തിരിഞ്ഞു നടന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, എന്താ ഞാനൊരാൾ പോരെ നിനക്കെന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു സീൻ അവിടെ കട്ടായി കഴിയുമ്പോൾ പിന്നെ കാണിക്കുന്ന നക്കിനാണ്. അവനാണെങ്കിൽ ഒരു ഫ്ലവറൊക്കെ ആയിട്ട് നമ്മുടെ ഓങ്സേനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഓങ്സയാണെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങളിവിടെ വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു, പിന്നെ അന്ന് നടന്ന ആ ഒരു കാര്യം ഞാൻ അതന്നേ വിട്ടതാണ്, ഞാൻ അതിനെപ്പറ്റി കെയറൊന്നും ചെയ്യുന്നില്ല എന്നവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഇനി എന്നെ കാണാൻ ഒരിക്കലും ഇങ്ങോട്ട് വരരുതെന്ന് പറയുന്നുണ്ട്. അപ്പം നക്കിൻ പറയാനില്ല, അതെനിക്ക് പറ്റത്തില്ല, എനിക്ക് നിന്നെ കാണണമെന്ന് പറയണം. എന്നിട്ട് പറയുന്നുണ്ട്, അന്ന് നിന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ അങ്ങനെ ചെയ്തത്, എന്നോട് ദേഷ്യമൊന്നും തോന്നരുതെന്ന് പറയണം. എന്നിട്ട് നക്കിനാണെങ്കിൽ അവനോട് സോറിയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, അതൊന്നും ഞാനിപ്പം കെയർ ചെയ്യുന്നതേ ഇല്ല എന്നൊക്കെ അവൻ പറയാണ്. എന്നിട്ട് നക്കിനാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയാണ്. അപ്പോൾ ഓങ്സ് പറയുന്നുണ്ട്, നിനക്കെന്താ വട്ടാണോ, നീ ഒരു ട്രൂ ആൽഫയല്ലേ, പിന്നെ നീ എന്തിനാ എന്നെപ്പോലൊരു ബീറ്റയുടെ പുറകിന് വരുന്നത്, നീ ഒരു ഒമേഗേനെ അല്ലേ ചൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ പറയുന്നുണ്ട്, നമ്മളൊക്കെ ആരായാലും എന്താ, നമ്മൾ മനുഷ്യർ തന്നെയല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഓങ്സ ആണെങ്കിൽ പറയുന്നുണ്ട്, പക്ഷേ ഫൈനലി നിൻ്റെ ഫാമിലി നിന്നെ ഒരു ഒമേഗേനെ കൊണ്ടല്ലേ കല്യാണം കഴിപ്പിക്കത്തുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ തന്നെയല്ലേ നിങ്ങളുടെ ആ ഒരു ഫാമിലിയിൽ ജനറേഷൻ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് കേൾക്കുന്നത് അവനാണെങ്കിൽ ചോദിക്കുന്നത്, നിനക്ക് എൻ്റെ ഫാമിലിനെ പറ്റി അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴാണ് അവനെ ഒരു കൊച്ചു വന്നിങ്ങനെ ഹഗ് ചെയ്യുന്നത്. അപ്പം ഇത് കാണുമ്പോൾ ഓങ്സ് ചോദിക്കുന്നുണ്ട്, എന്താ ഇത് നിൻ്റെ മോനാണോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഇതെൻ്റെ മോനൊന്നുമല്ല, ഇതെൻ്റെ അങ്കിളിൻ്റെ മോനാണെന്ന് പറയാണ്. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നക്കിനാണെങ്കിൽ അവൻ കൊണ്ടുവന്ന ആ ഒരു ഫ്ലവേഴ്സ് ഓങ്സയ്ക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓങ്സി അത് വാങ്ങുന്നുമുണ്ട്. അങ്ങനെ ആ ഒരു സീൻ കട്ടായി കഴിയുമ്പോൾ പിന്നെ കാണിക്കുന്ന ഫാറ്റിനെയാണേ.
അപ്പം നക്കുനാണെങ്കിൽ ഫാറ്റിനോട് പറയാണ് നീ ഇതൊന്ന് നോക്കിക്ക് ഇതിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാണ്. അപ്പോൾ ഫാറ്റാണെങ്കിൽ അതൊന്ന് നോക്കിയിട്ട് പറയണം നീ ഇതൊക്കെ സിലയുടെ അടുത്ത് പറഞ്ഞാൽ മതി, സില അതെല്ലാം നിനക്ക് വേണ്ടി ചെയ്തു തരത്തില്ലേ എന്ന് പറയണം. അപ്പോൾ പാവം നമ്മുടെ നക്കുനും സിലയും കേട്ടോ, അവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ കിളി പോയിരിക്കുകയാണേ. അപ്പം നക്കുൻ പറയാണ് നീയല്ലേ എന്നെ വർക്കിൽ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്ക് ഇന്ന് വർക്ക് ചെയ്യാൻ മൂഡില്ല എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാണ്. അപ്പം ബോഡി ഗാർഡ് ആണെങ്കിൽ പറയുന്നുണ്ട് മാഡം ആണെങ്കിൽ ഇന്ന് നക്കുന് വേണ്ടിയിട്ട് കുക്ക് ചെയ്യുകയാണ്, അപ്പം ഫാറ്റ് ആണെങ്കിൽ മാഡത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവനാണെങ്കിൽ പറയുന്നുണ്ട് ഓക്കെ ഞാൻ നിങ്ങൾ അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ എണീറ്റ് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് ഇന്ന് എന്താ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അമ്മ പറയുന്നുണ്ട് ഇന്ന് നക്കുൻ്റെ ഫേവറേറ്റ് ഡിഷാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞാനും ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ കുക്ക് ചെയ്തിട്ടില്ല എന്ന് അവൻ പറയുന്നുണ്ട്. അപ്പം അമ്മയാണെങ്കിൽ ആ ഒരു ഡിഷിന് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്നിട്ട് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നൊക്കെ ഫാറ്റിനാണെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ നക്കുനും അവിടെ തന്നെ നിൽപ്പുണ്ട്. അപ്പം അവനാണെങ്കിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവൻ്റെ കൈയാണെങ്കിൽ അങ്ങ് മുറിയുകയാണ്. അപ്പം അതാണെങ്കിൽ നമ്മുടെ നക്കുനും ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു പെയിൻ. അങ്ങനെ ഇത് കണ്ടതും അവിടെയുള്ള ബോഡി ഗാർഡ്സും സെർവൻസും എല്ലാവരും ആണെങ്കിൽ ആ കോട്ടൺ എടുക്കുക അതെടുക്കുക ഇതെടുക്കുക എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ഇങ്ങനെ വെപ്രാളപ്പെടുവാണ്. നക്കുൻ പറയാണ് അതിങ്ങ് താ ഞാൻ ചെയ്തോളാം എന്ന് പറയാണ്. അപ്പം അമ്മയാണെങ്കിൽ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ഫാറ്റിന് നിൻ്റെ ഫേവറേറ്റ് ഡിഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു, എന്നാലേ അവന് നിനക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാക്കി തരാൻ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ഫാറ്റ് പറയണതിന് ഞാനിവനിതൊന്നും ഉണ്ടാക്കി കൊടുക്കാനൊന്നും പോകുന്നില്ല, വേണമെങ്കിൽ ഇവനാണെങ്കിൽ ആ ഹോട്ടൽ റൂമിൽ പോയി മീറ്റ് ചെയ്യുന്ന ആ പെൺപിള്ളേരത്തെ ഒന്ന് ഉണ്ടാക്കാൻ പറയാണ്. അപ്പോൾ ഇത് കേൾക്കുന്നത് നമ്മുടെ നക്കുന് ഇപ്പോഴാണ് കേട്ടോ കത്തുന്നത്, നമ്മുടെ ഫാറ്റ് പിണങ്ങിയിരിക്കാനുള്ള ഒരു റീസൺ. അപ്പം നക്കുനാണെങ്കിൽ പറയാണ് നീ എന്നോട് പിണങ്ങല്ലേ, അതൊക്കെ ഒരുപാട് നാൾ മുമ്പുള്ള കാര്യമാണ്, എനിക്ക് ആ ഒരു രീതിയിൽ ഇപ്പോൾ ആരോടും അങ്ങനെ ഫീലിങ്സ് ഒന്നുമില്ല, എനിക്കിപ്പോൾ നിന്നോട് മാത്രമേ ഫീലിങ്സ് ഉള്ളൂ ഫാറ്റ്സാന്നിങ്ങനെ പറയുകയാണ്. ഇത് കേൾക്കുന്നത് ഫാറ്റ് ആണെങ്കിൽ അങ്ങ് ഹാപ്പി ആവുകയാണ്, എന്നിട്ട് ചെറുതായിട്ട് ഷൈ ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പം അവനാണെങ്കിൽ നക്കുനാണെങ്കിൽ ഒരു അടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം നക്കുനാണെങ്കിൽ പറയുന്നുണ്ട് ഇതാ അമ്മ എന്നെ ഫാറ്റ് അടിച്ചു എന്നൊക്കെ പറയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട് നിനക്കത് കിട്ടണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫാറ്റ് ആണെങ്കിൽ അവന് രണ്ടടി പിന്നെ അധികം കൊടുക്കുവാണ് കേട്ടോ. അവർ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ഞെട്ടിപ്പിച്ച് വരും. അപ്പോൾ അവനെ കാണുമ്പം അമ്മ അവനെയും ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്, എന്നാൽ അവൻ അതിനൊന്നും മറുപടിയൊന്നും പറയുന്നില്ല. അപ്പം നക്കുനാണെങ്കിൽ അവനോട് ചോദിക്കുന്നുണ്ട് നിൻ്റെ അടുത്ത് അമ്മ പറഞ്ഞ കേട്ടില്ലേ, പിന്നെ നീ എന്താ റെസ്പോണ്ട് ചെയ്യാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയാണ് എനിക്കിപ്പോൾ വിശക്കുന്നൊന്നുമില്ല എന്ന് പറയാണ്. അപ്പം നക്കുനാണെങ്കിൽ പറയുന്നുണ്ട് നീ ഇപ്പോൾ പോകെ പോകെ ഒരുപാട് അതിര് കടന്ന് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നതെന്നൊക്കെ പറയാണ്. അപ്പം ഇത് കേൾക്കുന്നതും ഫാറ്റ് ആണെങ്കിൽ പറയുന്നുണ്ട് രണ്ടുപേരുടെ ഒന്ന് നിർത്താൻ പറയുന്നുണ്ട്. എന്നിട്ട് ഫാറ്റ് ആണെങ്കിൽ നട്ട്പിച്ചിൻ്റെ അടുത്ത് പറയാണ് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് പൊളൈറ്റായിട്ടൊക്കെ സംസാരിക്കണം, അതേപോലെ മുതിർന്നവരെന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ അതിന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള മാനേഴ്സ് അതുപോലും നിങ്ങൾക്ക് അറിയത്തില്ലേ എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ അവനാണെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് പറയാണ് നീ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് എനിക്ക് തന്നെ ലെക്ചർ തരുവാണ്, നീ വെറും ഒരു ഒമേഗയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് അവൻ പറയാണ് ഞാൻ ഇപ്പം തന്നെ ഡാഡിൻ്റെ അടുത്ത് പറഞ്ഞു നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്താക്കുമെന്ന് പറയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ ഇവിടുന്ന് പോകാൻ തയ്യാറാണ്, ഞാൻ ഇവിടുന്ന് പോയാലും എനിക്ക് ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ അറിയാം, അല്ലാതെ നിന്നെപ്പോലല്ല എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് അവൻ പറയാണ് നീ ഈ വീട്ടിൽ താമസിച്ചിട്ട് തന്നെ ഈ വീട്ടിലുള്ള ആർക്കും യാതൊരു റെസ്പെക്റ്റും നീ കൊടുക്കുന്നില്ല എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഞാനിതൊക്കെ നിന്നോട് പറയാനായിട്ടുള്ള കാരണം നീ നക്കുൻ്റെ യങ്ങർ ബ്രദർ ആയതുകൊണ്ട് മാത്രമാണ് ഞാനിതൊക്കെ പറയുന്നത്, അല്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെപ്പറ്റി യാതൊരു കെയറും ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിൻ്റെ കാര്യത്തിൽ ഒരു വേർഡ് പോലും പറയത്തില്ലായിരുന്നു എന്നങ്ങനെ പറയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നട്ട്പിച്ചാണെങ്കിൽ ഒന്നും മിണ്ടാതെ അങ്ങ് പോവുകയാണ്. അപ്പം നക്കുനാണെങ്കിൽ ഫാറ്റിൻ്റെ അടുത്ത് കഴിക്കാൻ പറയുന്നുണ്ട്. അപ്പം ഫാറ്റ് ആണെങ്കിൽ അമ്മയടുത്ത് സോറിയൊക്കെ പറയുന്നുണ്ട്. അപ്പം നക്കുൻ പറയുന്നുണ്ട് അത് കുഴപ്പമൊന്നുമില്ല, നീ ചെയ്തത് നല്ല കാര്യമാണ്, കറക്റ്റാണ് നീ ചെയ്തതെന്ന് പറയുന്നുണ്ട് നക്കുൻ. അങ്ങനെ ഒരു ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുവാണ്. അപ്പോൾ ഫാറ്റ് ആണെങ്കിൽ നക്കുൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഓരോ ഡിഷൊക്കെ ഇങ്ങനെ അവനെടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സില ആണെങ്കിൽ ഇങ്ങനെ ഓടി വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് ഇതണക്ക് കമ്പനിയിൽ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് പോയേ പറ്റത്തുള്ളൂ എന്നിങ്ങനെ നക്കുൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പം നക്കുനാണെങ്കിൽ അത് കേട്ടിട്ട് അമ്മയടുത്ത് പറയുന്നുണ്ട് എനിക്ക് പോയേ പറ്റത്തുള്ളൂ, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫാറ്റ് ആണെങ്കിൽ ചോദിക്കുകയാണ് നിങ്ങളതിന് ഫുഡൊന്നും കഴിച്ചില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് അവനങ്ങ് സങ്കടമാവുന്നുണ്ട്. അപ്പം നക്കുനാണെങ്കിൽ അവനൊരു കിസ്സൊക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പം ഫാറ്റ് ആണെങ്കിൽ പറയുന്നുണ്ട് ശരി ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യുമെന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് നട്ട്പിച്ചിനെയാണ്. അപ്പോൾ അവനാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ഫാറ്റ് ആണെങ്കിൽ ചെല്ലുന്നുണ്ട്. അപ്പോൾ ഫാറ്റിനെ കാണുന്നത് അവനാണെങ്കിൽ കാലൊക്കെ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും ഫാറ്റ് ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് നിനക്ക് സത്യത്തിൽ മാനേഴ്സ് എന്താണെന്ന് അറിയാവോ, അതോ ഇത് നിൻ്റെ ബുദ്ധിയിൽ ഉദിച്ചതാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിന്നെ വളർത്തിയത് വളരെ നന്നായിട്ടാണെന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്നതും അവനാണെങ്കിൽ നന്നായിട്ടങ്ങ് ദേഷ്യം വരുവാണ്. അപ്പം അവനിങ്ങനെ ദേഷ്യം വരുമ്പോഴത്തേക്കും അവൻ്റെ ആ ഒരു ഫെറോമോൺസ് ഒക്കെ റിലീസ് ആവുകയാണ്. അപ്പം ഇത് പെട്ടെന്ന് ഇങ്ങനെ
ഇങ്ങനെ റിലീസായപ്പോഴത്തേക്കും ഇവനങ്ങ് പെട്ടെന്ന് ഒന്ന് പതറുന്നുണ്ട് നമ്മുടെ ഫാറ്റ്. എന്നാൽ അവൻ തിരിച്ച് റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ. അവൻ്റെ ഫെറോമോൺസ് റിലീസ് ചെയ്തപ്പോഴത്തേക്കും നട്ട്പിച്ചിനാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അതങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവനാണെങ്കിൽ കൈയൊക്കെ പൊക്കിയിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുവാണ്. എന്നിട്ട് ഫാറ്റ് പറയാണ്, നീ കഴിക്കുന്നില്ലല്ലോ അല്ലേ, അങ്ങനെയാണെങ്കിൽ ഞാനത് വല്ല പട്ടികൾക്കും കൊടുത്തോളാം എന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ അങ്ങ് പോവുകയാണേ. അടുത്ത സീനിൽ പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നക്കുനാണെങ്കിൽ പറയുന്നുണ്ട്, അമിന്ത്രേനെ വിളിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പെണ്ണ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അയാളത്, നീ ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത്, നീ എന്തിനാ നക്കുൻ്റെ ഒരു വെയർ ഹൗസിലോട്ട് പോയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ആദ്യമേ അയാളൊന്നും പറയുന്നില്ല. എന്നാൽ പിന്നെ ആ പെണ്ണാണെങ്കിൽ തോക്കെടുത്ത് അയാളെ പേടിപ്പിക്കുമ്പോഴത്തേക്കും അയാളാണെങ്കിൽ പറയുന്നുണ്ട്, എന്നെ ഒന്നും ചെയ്യില്ല, ഞാൻ സത്യം പറയാമെന്ന് പറഞ്ഞിട്ട് അയാൾ പറയുന്നുണ്ട്. കിങ്ങിയോക്ക് എന്ന് പറഞ്ഞൊരു പെണ്ണ് പറഞ്ഞിട്ട് അയാളവിടെ ചെന്നേന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്നത് ആ പെണ്ണാണെങ്കിൽ നക്കുൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം, എനിക്ക് വിട്ടേക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ തിരിച്ച് വരുന്ന വഴി കുറച്ച് ആളുകൾ കയറുന്ന അവരെ അറ്റാക്ക് ചെയ്യുവാണ്. അങ്ങനെ ഇവരാണെങ്കിൽ തിരിച്ചും ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ നക്കുനാണെങ്കിൽ ചെറുതായിട്ടൊന്ന് പരിക്ക് പറ്റുവാണ്. അപ്പം അതാണെങ്കിൽ നമ്മുടെ ഫാറ്റിനും ഫീൽ ചെയ്യുന്നുണ്ട്, അവനും അത് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. അങ്ങനെ നക്കുനാണെങ്കിൽ അവൻ്റെ ആ ഒരു മുറിവൊക്കെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഹോസ്പിറ്റലിൽ വന്നിട്ട്. എന്നിട്ട് അവൻ്റെ ബ്രദറിനെയാണെന്ന് തോന്നുന്നു വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ പോവാ, നീ ഇങ്ങോട്ട് വരണ്ട, നാളെ എൻ്റെ മെഡിസിൻസ് അവിടെ കൊണ്ടുവന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ കാണിക്കുന്ന ഫാറ്റിനെയാണ്. ഫാറ്റ് ഇപ്പോഴും ആഹാരമൊന്നും കഴിക്കാതെ നക്കുനെ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നീ പോയി എന്തെങ്കിലും കഴിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയുകയാണില്ല, ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുവാണ് നക്കുനെ എന്ന് പറയുകയാണ്. അങ്ങനെ ഫാറ്റാണെങ്കിൽ നക്കുന് നൈറ്റ് ഫുൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. എന്നാൽ നക്കുൻ വന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പം അമ്മയടുത്ത് അവൻ പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ ശരിക്കും ടയേർഡായിരുന്നു, അതുകൊണ്ട് എനിക്ക് നൈറ്റ് ഡ്രൈവ് ചെയ്ത് വരാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാനൊരു ഹോട്ടലിൽ സ്റ്റേ ചെയ്തു ഇന്നലെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഫാറ്റും ആണെങ്കിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുകയാണ് നക്കുൻ്റെ അടുത്ത്, എന്നാൽ നീ പോയി കുറച്ച് റെസ്റ്റ് എടുത്തോളാൻ പറയുകയാണ്. അങ്ങനെ അവനാണെങ്കിൽ തിരിച്ച് റൂമിലോട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും ഫാറ്റ് ആണെങ്കിൽ അവനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അവനാണെങ്കിൽ പതുക്കെ ബെഡിലോട്ട് ഇങ്ങനെ കയറി കിടക്കുവാണ്. എന്നിട്ട് ഫാറ്റ് ആണെങ്കിൽ അവനോട് ചോദിക്കുന്നുണ്ട്, ഇന്നലെ എവിടെയായിരുന്നു, എന്താ എൻ്റെ അടുത്തൊന്നും പറയാറുന്നതെന്നൊക്കെ അവനിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ പറയുകയാണ്, എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടതും ഫാറ്റിനാണെങ്കിൽ ശരിക്കും ദേഷ്യം വരുവാണ്. അങ്ങനെ അവനാണെങ്കിൽ അവിടുന്ന് ദേഷിച്ചങ്ങ് ഇറങ്ങിപ്പോവുകയാണേ. അത് കഴിഞ്ഞ് അമന്ത്ര എന്ന് പറഞ്ഞ ആ പെണ്ണിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ പെണ്ണാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ പെണ്ണ് പറയുകയാണ്, ഞാൻ ചെയ്തത് തെറ്റാണ്, എനിക്കറിയാം, പക്ഷേ എനിക്ക് നിങ്ങൾ തോക്കുന്നത് കാണാൻ വയ്യ, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറയുകയാണ്. അപ്പോൾ അമന്ത്ര പറയുകയാണ്, ഇപ്പം എനിക്ക് മനസ്സിലായി നീ എന്നെ വിശ്വസിക്കുന്നില്ല എന്ന്, ഞാൻ ശരിക്കും ക്യാപ്പബിൾ ആണെന്ന് നീ വിശ്വസിച്ചിരുന്നെങ്കിൽ നീ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ഒരിക്കലും ചെയ്യത്തില്ലായിരുന്നു എന്ന് പറയുകയാണ്. എന്നിട്ട് അവളുടെ അടുത്ത് പറയുന്നുണ്ട്, ഇവിടെ നിന്ന് ഇറങ്ങി പോകാനൊക്കെ പറയുന്നുണ്ട്. അടുത്ത സീനിൽ ഓങ്സയുടെ കഫേയിലോട്ട് വരുവാണ് കേട്ടോ ഫാറ്റ്. അപ്പം അവിടെ ഫാറ്റ് വരുമ്പോഴത്തേക്കും ആ പിള്ളേരൊക്കെ പറയുന്നുണ്ട്, ഫാറ്റിനെ കാണുമ്പോൾ ഫാറ്റ് ഭയങ്കര ഹാൻസം ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നക്കിനാണെങ്കിൽ ഫാറ്റിനെ വിളിച്ചിട്ട് ഇങ്ങനെ നക്കുൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇന്നലെ അവൻ ഹോട്ടലിലൊന്നും അല്ലായിരുന്നു, അതേപോലെ തന്നെ അവൻ ഹോസ്പിറ്റലിലായിരുന്നു, അവന് ചെറിയൊരു ഇഞ്ചുറിയൊക്കെ പറ്റിയ കാര്യമൊക്കെ പറയുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അവന് ഏത് മരുന്നായിരുന്നു അലർജി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അപ്പം പറയുന്നുണ്ട്, അതെ ഞാൻ അമ്മേനെ വിളിച്ച് ചോദിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവനങ്ങ് കട്ട് ചെയ്യുകയാണ്. അങ്ങനെ അവനാണെങ്കിൽ മെഡിസിൻ വാങ്ങിച്ചിട്ട് ഇറങ്ങാൻ നേരത്ത് സന്യങ്ങിനെയും കാണുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ അവൻ്റെ ആ ഒരു റൊട്ടീൻ ചെക്കപ്പ് നടത്താൻ വേണ്ടിയിട്ട് വന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നേരെ ഓങ്സയുടെ ആ ഒരു കഫേയിലോട്ടാണ് വരുന്നത്. അപ്പം ഫാറ്റാണെങ്കിൽ ചോദിക്കുവാണ്, ശരിക്കും എന്താണ് നടന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം നക്കിൻ പറയുന്നുണ്ട്, അവനാണെങ്കിൽ വീട്ടിലോട്ട് തിരിച്ചു വരുന്ന വഴിയാണ് പെട്ടെന്ന് ആ ഒരു അറ്റാക്ക് നടന്നത്, അതേപോലെ അവൻ പേടിക്കാനൊന്നും ഇല്ല, നിനക്ക് ചെറിയൊരു ഇഞ്ചുറിയേ ഉള്ളൂ, അത് പെട്ടെന്ന് തന്നെ മാറും, അവനൊരു ട്രൂ ആൽഫ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവൻ്റെ ആ ഒരു ഇഞ്ചുറിയൊക്കെ ഹീലാവും എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ പേടിക്കുകയൊന്നും വേണ്ട, അവനങ്ങനെ അത്ര പെട്ടെന്നൊന്നും മരിക്കത്തൊന്നും ഇല്ല എന്ന് പറയുകയാണ്. എന്നിട്ട് പറയാണ്, ഇതെനക്ക് അവൻ ഇന്നലെ പുറത്തായിരുന്നു, അതേപോലെ തന്നെ ഇന്ന് ഭയങ്കര ടയേർഡും ആണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്നിങ്ങനെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ നക്കുനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങി ഓടുവാണേ. അല്ലെങ്കിൽ ഈ ഫാറ്റ് ആണെങ്കിൽ കുറച്ചധികം നമ്മുടെ നക്കുനെ പറ്റിയിട്ട് ഇപ്പോൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടോയെന്ന് തോന്നുന്നു അല്ലേ. എനിവേ അപ്പോൾ സന്നിങ് ആണെങ്കിൽ പറയുകയാണെന്ന് ഞാനും ഇറങ്ങുവാന്ന് പറയുകയാണ്. അപ്പം നക്കിനാണെങ്കിൽ പറയുന്നുണ്ട്, നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓങ്സി പറയുന്നുണ്ട്, നീ തന്നെ പോകേണ്ട, അത് ഡേഞ്ചറാണ്, നിന്നെ നക്കിൻ തന്നെ ഡ്രോപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഓങ്സിയുടെ അടുത്ത്
നക്കിൻ പറയുന്നുണ്ട് ഞാൻ നിന്നെയും വീട്ടിൽ ആക്കാമെന്ന് പറയുന്നുണ്ട്, നീയും ഞങ്ങളുടെ കൂടെ വരാൻ പറയുന്നുണ്ട്. അപ്പം സന്നേങ്ങും പറയുന്നുണ്ട് അതെ വാ ഞങ്ങളുടെ കൂടെ വാ, ഒരുമിച്ച് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇറങ്ങാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓങ്സെ അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സീൻ കട്ടായി കഴിയുമ്പോൾ പിന്നെ കാണിക്കുന്ന ഫാറ്റിനെയാണ്. അപ്പോൾ ഫാറ്റാണെങ്കിൽ നക്കുവിൻ്റെ അടുത്ത് വന്നിട്ട് അവൻ്റെ ആ ഒരു ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ അവൻ്റെ ആ ഒരു മുറിവിലിങ്ങനെ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് അവനങ്ങ് വേദനിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അവന് ശരിക്കും അതങ്ങ് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു പെയിൻ. ഫാറ്റ് പറയുകയാണ് ഇന്നലത്തെ രാത്രിത്തെ പോലെ എനിക്ക് പിന്നെയും വേദനിക്കുന്നെന്ന് പറയുകയാണ്. എന്നിട്ട് അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് നീ എന്താ ഇന്നലെ എൻ്റെ അടുത്ത് പറയാറുന്നത്, നിങ്ങൾക്ക് ഇഞ്ചുറി ആയ കാര്യമെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് ഫാറ്റ് പറയുകയാണ് നീ എൻ്റെ അടുത്ത് ശരിക്കും ഇത് പറയാതെ മറച്ചു വെക്കാൻ പോവുമായിരുന്നു, നക്കിൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ ഇത് ശരിക്കും അറിയത്തില്ലായിരുന്നു എന്നൊക്കെ അവൻ പറയുകയാണ്. അപ്പം നക്കുനാണെങ്കിൽ പറയുന്നുണ്ട് ഇത് വലിയ ഇഞ്ചുറി ഒന്നും അല്ല, എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ അവൻ പറയുകയാണ്. എന്നിട്ട് ഫാറ്റ് ചോദിക്കുകയാണ് നിനക്കിപ്പോഴും വേദന ഉണ്ടോയെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഇന്നലെ നൈറ്റ് എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു എന്ന് അവൻ പറയുകയാണ്. അപ്പം നക്കുനാണെങ്കിൽ പറയുന്നുണ്ട് സാധാരണ ആൽഫയും ഒമേഗയും തമ്മിലിങ്ങനെ ബോണ്ട് സീലായി കഴിഞ്ഞാൽ അവരിങ്ങനെ പെയിനൊന്നും ഷെയർ ചെയ്യത്തില്ല എന്ന് പറയുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ സോൾമേറ്റ് ആയതുകൊണ്ടായിരിക്കുമോ നമ്മൾക്ക് ഇതണക്ക് പെയിൻ ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ അവനിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് ഇപ്പോൾ ഓക്കെ അല്ലേ, വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഫാറ്റ് പറയുന്നുണ്ടില്ല ഇപ്പോൾ കുഴപ്പമില്ല, മുമ്പത്തേക്കാളും ഇപ്പോൾ ബെറ്ററാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നക്കുനാണെങ്കിൽ അവനെ അങ്ങ് ഹഗ് ചെയ്യുവാണേ. എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഞാൻ ഇനി മുതൽ നന്നായിട്ട് ശ്രദ്ധിച്ചോളാം, ഞാൻ കാരണം ഇനി മുതൽ നീ സഫർ ചെയ്യേണ്ടി വരത്തില്ല എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് അവനോട് സോറിയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഫാറ്റാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് ഫാറ്റ് പറയുന്നുണ്ട് ഇതെനിക്ക് അന്ന് വെയർ ഹൗസിൽ വെച്ച് എനിക്കും ഇതെനിക്ക് ഇഞ്ചുറി പറ്റിയപ്പം നിങ്ങൾക്കും അന്ന് വേദനിച്ച് കാണുമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അതിന് അവൻ സോറിയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇനി മുതൽ നമുക്ക് രണ്ടുപേർക്കും നന്നായിട്ട് തന്നെ കെയർ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നക്കുൻ പറയാണ് നിനക്കറിയാമോ നീ ഇപ്പോൾ ശരിക്കും ക്യൂട്ടാന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇപ്പോൾ കിസ് ചെയ്യാൻ തോന്നുവാന്ന് പറയാണ്. അപ്പം ഫാറ്റ് ചോദിക്കുന്നുണ്ട് നീ പിന്നെ നീ എന്തിനാ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം അവൻ പറയുന്നുണ്ട് അന്ന് നീയല്ലേ പറഞ്ഞാൽ നിന്നെ കിസ് ചെയ്യാൻ പാടില്ല എന്ന്. അപ്പം അങ്ങനെ പറഞ്ഞ നമ്മുടെ ഫാറ്റ് തന്നെ ഇപ്പം ഇനീഷ്യേറ്റീവ് എടുത്ത് നമ്മുടെ നക്കുനെ അങ്ങ് കിസ് ചെയ്യുകയാണേ. അങ്ങനെ ഈ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു കിസ് സീനോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ എപ്പിസോഡ് 4 ഇവിടെ എൻഡ് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.